നിങ്ങൾ വിടുകയല്ല. കലാപവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രസംഗത്തിന് കുമാരനാശിനെ ഉദ്ധരിച്ച് സെക്രട്ടറി നടത്തിയ പ്രസംഗം വർഗീയത വളർത്തുന്നതാണ്. അത് വർഗീയതയാണെങ്കിൽ വർഗീയതയായിട്ട് കണക്കായിക്കോ. ഒരു സത്യമാണ് ഞാൻ പറഞ്ഞത്. കുമാരനാശാൻ്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചു നോക്ക്. മലബാർ കലാപം ആര് എങ്ങനെ നടന്നു, ആ കലാപം പോയി കുമാരനാശാൻ പോയി കണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഗുരുദേവൻ പറഞ്ഞയച്ചു. ഗുരുദേവൻ അത് കണ്ട് ശേഷമാണ് ഗുരുദേവന് കൊടുത്ത ആ ഉപദേശം. അവിടുത്തെ ചരിത്രവും സത്യവും പറഞ്ഞനുസരിച്ചാണ് സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത്. ആ സർവമത സമ്മേളനത്തിൽ ഗുരുദേവൻ എല്ലാ വിഭാഗം ആളുകളെ കൊണ്ട് ഇരുത്തി പ്രസംഗിപ്പിച്ചിട്ട് ഗുരുദേവൻ എഴുതി കൊടുത്തതെന്താണ്? എല്ലാ മതസാരവും ഒന്നെന്നാണ്. ഗുരുദേവൻ പ്രസംഗിച്ചില്ല. അവിടെ കണ്ട കാഴ്ച കുമാരനാശാൻ എഴുതിയ പുസ്തകം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. അത് വായിച്ചു നോക്കാതെയും കാര്യങ്ങൾ അറിയാതെയും ഇതെല്ലാം സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തു പറയാനല്ല, ഉള്ളത് പറയാനേ അറിയാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പുസ്തകം വെച്ച് സംസാരിക്കുക. പിണറായി വിജയനെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് അങ്ങനെയുള്ള മറ്റൊരു ആക്ഷേപം. ഞാൻ അങ്ങനെ പറ്റി എന്ത് ആക്ഷേപം പറഞ്ഞു? പെൺകുടിയാണെന്ന് പറയണ, ഒരു മണ്ണാണ് മാങ്കൂട്ടത്തിലാണെന്ന് എനിക്ക് പറയണ, പറയണമെങ്കിൽ പറഞ്ഞ് എന്താ പറയണ്ട? അദ്ദേഹത്തെ പറ്റി ഞാൻ എന്ത് ചീത്ത പറയണം? നിങ്ങൾ പറഞ്ഞ അത് ശരിയാണത് പറയാൻ. തിരിച്ചും പറയുന്നുണ്ട്, സെക്രട്ടറി എല്ലാ കാര്യത്തിലും ഈ പറയുന്ന മലബാർ വിഷയത്തിലടക്കം സെക്രട്ടറി പറയുന്നതിനെല്ലാം പിണറായി വിജയനും അംഗീകരിക്കുന്നു എന്നുള്ളൊരു പരാതിയും കൂടെ ഉണ്ട്. അല്ല, സത്യം അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ട് ഈ ഒത്തു പറയാതെ ഉള്ളത് പറയുന്നു. നിങ്ങൾക്ക് ചില മലബാറുകാരെ ചില ഇഷ്ടമായിരിക്കും. മലബാറിന് എനിക്കും ഇഷ്ടമാണ്. മലബാറ് നല്ല ആളുകളുണ്ട്. ഇടതുപക്ഷത്തുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ന് വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. വെള്ളാപ്പള്ളി പറയുന്നത് വർഗീയതയാണെന്നും അത്തരം പറച്ചിൽ നിർത്തണം എന്നുമാണ് കൃഷ്ണൻകുട്ടി പറയുന്നത്. എനിക്കറിയാൻ പാടില്ല. കൃഷ്ണൻകുട്ടി പ്രായമുള്ള ആളാണ്, ഞാനും പ്രായമുള്ള ആളാണ്. പക്ഷെ കൃഷ്ണൻകുട്ടി അങ്ങനെ പറഞ്ഞു എങ്കിൽ അദ്ദേഹത്തിന് എന്തോ കുഴപ്പമുണ്ടായിരിക്കും. അത് എനിക്ക് പറയാനുള്ളത്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സാറിനെ ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ SNDP ആയാലും NSS ആയാലും KPMS ആയാലും അതുപോലെ മത സാമുദായിക സാംസ്കാരിക സംഘടനകൾ അതൊരു മാർഗദീപം കൂടിയാണ്. കേരളത്തിൻ്റെ സംസ്കാരമാണത്. അതുകൊണ്ട് അവരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി സാധിക്കില്ല. എല്ലാ മത സാമുദായിക സാംസ്കാരിക സംഘടനകളും ഭക്തജനങ്ങളുടെ ഒരു കൂട്ടായ്മയായി ഇത് മാറണം. സാർ പറഞ്ഞതുപോലെ മറ്റൊരു വിവാദങ്ങൾക്കും പ്രസക്തിയില്ല. ശബരിമലയുടെ അടിസ്ഥാനപരമായ വികസനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതൊരു വിവാദത്തിലേക്ക് വലിച്ചഴിച്ച് ശബരിമലയുടെ വികസനം നമുക്ക് തടസ്സപ്പെടുത്തരുതെന്ന് മാത്രമാണ് എനിക്ക് വിനയപൂർവ്വം പറയുന്നത്.